Welcome to my channel Sheppy's Dine. Please subscribe. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ കാഷ്യൂനട്ട് ഗ്രേവിയാണ്. കാഷ്യൂനട്ട് പേസ്റ്റ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കറിയാണ്. നമുക്ക് റെസിപ്പി നോക്കാം. കറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കാം. ആദ്യം നമുക്കൊരു കുക്കർ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. കോക്കനട്ട് ഓയിലാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. നിങ്ങൾക്ക് മറ്റുള്ള ഓയിൽ യൂസ് ചെയ്യാം. അതിലേക്ക് 2 ഉള്ളി ചെറുതായിരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റുക. ഉള്ളി നന്നായി വാടിക്കഴിഞ്ഞാൽ കറിൻ്റെ ടേസ്റ്റ് കൂടും. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിൻ്റെ മണം ഇഷ്ടമല്ലാത്തവർക്ക് അത് ഉപയോഗിക്കാതിരിക്കുക. പക്ഷേ അത് കറിക്ക് നല്ല ടേസ്റ്റും മണവും നൽകും. ഇപ്പോൾ നമ്മളെ ഉള്ളി നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 ഒന്നിച്ച് പൊടിച്ചതാണ്. ഇത് നന്നായി വഴറ്റുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ട് വഴറ്റുക. അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പച്ചമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. മട്ടനിൽ നന്നായി മുളക് പിടിച്ചാൽ ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് അരച്ച പച്ചമുളക് ചേർക്കുന്നത്. അതിലേക്ക് പിന്നെ 3 ചെറിയ പച്ചമുളക് നെടുകെ മുറിച്ചതും ചേർത്ത് കൊടുക്കുക. ഇത് അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ 3 വലിയ തക്കാളി ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്ത് മസാല വേവാൻ വേണ്ടി കാത്തിരിക്കുക. എൻ്റെ 1.5 വയസ്സുള്ള മോളാണ് ഇടയ്ക്കിടയ്ക്ക് കരയുന്നത്. അവൾ ഉറക്കം എണീച്ചുകൊണ്ട്. ഇനി നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് ക്ലീൻ ചെയ്ത കാഷ്യൂനട്ട് ഇട്ട് തിളച്ച വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് കുതിരാൻ വെക്കുക. ഇങ്ങനെ കുതിരാൻ വെച്ചാൽ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് കിട്ടും. ഇനി മസാലയിലേക്ക് 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 4 ടീസ്പൂൺ എന്ന് പറയുന്നത് 1.5 ടേബിൾ സ്പൂണോളം വരും. നമ്മളെ വീട്ടിലെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട് പൊടിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. നിങ്ങൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം. ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പെപ്പർ പൗഡർ കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മസാല നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുക. എൻ്റെ 1 കപ്പ് 200 ml ആണ്. അപ്പോൾ ടോട്ടൽ 400 ml വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക്. ഇത് നന്നായി മിക്സ് ചെയ്യുക. എൻ്റെ മോള് ഉമ്മ പണിയെടുക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു മോളാണ്. അതാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മസാലയിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റി വെച്ച മട്ടൺ പീസസ് ഇടുക. ഞാൻ 3/4 കിലോ മട്ടനാണ് എടുത്തത്. ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. മട്ടണിൽ വേവുമ്പോൾ തന്നെ ഉപ്പ് പിടിക്കുന്നതാണ് ടേസ്റ്റ്. അതിലേക്ക് 1/4 കപ്പ് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലാണ്. ഉമ്മക്ക് ചെറിയ 2 കറിവേപ്പിലിൻ്റെ മരമുണ്ട്. മരമല്ല കേട്ടോ, ചെടിയാണ്, സോറി. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് പ്രഷർ കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്ത് വെയിറ്റ് ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് 1ാമത്തെ വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. 1ാമത്തെ വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ചെറുതാക്കി ചെറിയ തീയിൽ 30 മിനിറ്റ് നന്നായി വേവിക്കുക. മട്ടൺ നന്നായി വെന്താലേ ടേസ്റ്റ് കൂടുള്ളൂ. ഇനി ജ്യൂസ് ജാർ എടുത്ത് അതിലേക്ക് കുതിർത്തി വെച്ച കാഷ്യൂനട്ട് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഫൈൻ പേസ്റ്റ് ആകുന്നവരെ അരച്ചെടുക്കുക. ചെറിയ ജ്യൂസ് ജാർ എടുത്താൽ നല്ല രീതിയിൽ അരിഞ്ഞു കിട്ടും. ഇപ്പോൾ നമ്മൾ ഫൈൻ പേസ്റ്റ് കാഷ്യൂനട്ട് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. 30 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം
ഒരു ടോങ്സ് യൂസ് ചെയ്ത് പ്രഷർ കുക്കറിൻ്റെ പ്രഷർ മുഴുവനായിട്ട് റിലീസ് ചെയ്യുക. ടൈം എടുത്ത് റിലീസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ശ്രദ്ധിച്ച് അടപ്പ് തുറന്ന് നമ്മുടെ മട്ടൻ്റെ വേവ് ഒന്ന് ചെക്ക് ചെയ്യുക. മട്ടൻ നന്നായി വെന്തിട്ടുണ്ട്, നമ്മുടെ മട്ട എല്ലിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം അതിലേക്ക് കാഷ്യൂനട്ട് പേസ്റ്റ് ആഡ് ചെയ്യുക. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടിയരിഞ്ഞ മല്ലിച്ചപ്പ് 1 പിടി ചേർത്ത് 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ തിളപ്പിക്കുക. കറി നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. വളരെ എളുപ്പത്തിലുള്ള മട്ടൻ കാഷ്യൂനട്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഈ മട്ടൻ കറി ഗീ റൈസ്, റൊട്ടി, നാണ്, ചപ്പാത്തി എന്നിവയ്ക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതെൻ്റെ ആദ്യത്തെ വോയിസ് വീഡിയോ ആണ്. അതുകൊണ്ടുള്ള ചെറിയ കുറവുകളൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.